രാജ്യത്തെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കവേ പരിഹാസവുമായി സുപ്രീം കോടതി. കടിക്കരുതെന്ന നായയ്ക്ക് കൗൺസിലിംഗ് കൂടി നൽകാമല്ലോ എന്നും ഇനി അതേ ബാക്കിയുള്ളൂ എന്നും കോടതി പരിഹസിച്ചു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ തെരുവുനായ ശല്യം ഇങ്ങനെ രൂക്ഷമാകുന്ന സമയത്ത് എടുക്കാത്ത നടപടികളെയാണ് പരിഹസിക്കുന്നത് സുപ്രീം കോടതി, അല്ലേ? കൃഷ്ണരാജ്, രാജ്യത്തെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കവെയാണ് ഈ സുപ്രീം കോടതി ഇത്തരമൊരു പരിഹാസം നടത്തിയത്. കടിക്കരുത് എന്ന് നായ്ക്ക് കൗൺസിലിംഗ് കൂടി നൽകാമല്ലോ എന്നും ഇനി അതേ ബാക്കിയുള്ളൂ എന്നുമാണ് കോടതി പരാമർശിച്ചത്. ചട്ടങ്ങൾ പാലിക്കാതെ എല്ലാ നായ്ക്കളെയും ഷെൽട്ടറുകളിലാക്കുന്നത് നായ്ക്കളെ പരിപാലിക്കുന്ന NGOയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ മറുപടി ഉണ്ടായത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, അതേപോലെ തന്നെ സന്ദീപ് മേത്ത, ഒപ്പം NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരുവുനായ്ക്കളോട് നിലവിൽ കാണിക്കുന്നത് വളരെ ക്രൂരമായ പെരുമാറ്റമാണെന്നും അതിനാൽ കേസ് എത്രയും വേഗം പരിഗണിക്കണമെന്നുമായിരുന്നു കപിൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിനോട് പ്രതികരിച്ച ജസ്റ്റിസ് മേത്ത അടുത്ത വാദത്തിന്റെ കോടതിയുടെ വീഡിയോ പ്രദർശിപ്പിക്കാമെന്നും എന്നിട്ട് മനുഷ്യത്വം എന്നാൽ എന്താണെന്ന് ചോദിക്കുമെന്നും കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി. NGOകൾ ഷെൽട്ടറുകളിൽ പോയി ഭക്ഷണം നൽകുന്നുണ്ട്, ഷെൽട്ടറുകൾക്ക് മാത്രമേ ഭക്ഷണം നൽകാൻ കഴിയൂ എന്ന് കരുതുന്നത് തെറ്റാണെന്നും കോടതി വ്യക്തമാക്കി. ഏതാണ്ട് 1.5 കോടി നായ്ക്കൾക്ക് മൃഗസ്നേഹികൾ ഭക്ഷണം നൽകണമോ എന്നാണ് കോടതി പറയുന്നതെന്ന് കപിൽ സിബൽ ചോദിക്കുകയുണ്ടായി. അവർക്ക് അത്രയും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നും കോടതി മറുപടി പറഞ്ഞു. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും കേസുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാത്ത സംസ്ഥാനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ വാദം കേൾക്കവേ പരിഹാസവുമായി സുപ്രീം കോടതി വരുന്നു. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു നന്ദഗോപൻ.